നമുക്ക് പറയാം. അവർക്കും തലയുയർത്തി മടങ്ങണം. ഇംഗ്ലണ്ട് അടുത്ത മത്സരത്തിൽ മെക്സിക്കോയുമായി ഏറ്റുമുട്ടും പ്രീ ക്വാർട്ടറിൽ. ഗോളാരവം അസോസിയേറ്റ് സ്പോൺസർ. എയർപോർട്ട് ജോബ് ഇനി സ്വപ്നമല്ല, സ്പീഡ് വിൻസ്. തൃശൂർ തിരുവില്ലാമലയിൽ തെരുവിൽ അലിഞ്ഞു നടന്ന കാളകളെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് തമിഴ്നാട്ടിലെ ഗോശാലയിലേക്കാണ് കാളകളെ മാറ്റിയത്. വഴി നടക്കാനാവാത്ത വിധം ജനങ്ങൾക്ക് ഭീഷണിയായിരുന്ന തെരുവ് കാളകളെയാണ് പിടികൂടിയത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തിരുവില്ലാമലയുടെ വിവിധ പ്രദേശങ്ങളിൽ അലഞ്ഞു നടന്ന കാളകളെയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പിടികൂടി ഗോശാലയിലേക്ക് മാറ്റിയത്. പിടികൂടിയ കാളകളെ തമിഴ്നാട്ടിലെ ഗോശാലയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. പഞ്ചായത്ത് പരിധിയിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന 14 തെരുവുകാളകളെയാണ് ആദ്യഘട്ടത്തിൽ പിടിച്ചുകെട്ടിയത്. തൃശൂർ ജില്ലാ കളക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. മനുഷ്യരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയും വഴിയോര കച്ചവടക്കാർക്കും അതുപോലെ തന്നെ കടക്കാർക്കുമൊക്കെ ഭീഷണിയായി തീർന്ന ഈ കാളകളെ ഈ ഭരണസമിതി പിടിച്ചു കിട്ടുന്നതിന് വേണ്ട കാര്യങ്ങൾ ഏകദേശം 2 മാസം മുൻപാണ് തുടങ്ങി വെച്ചത്. കളക്ടറും ജില്ലാ വെറ്റിനറി ഓഫീസറും അടങ്ങുന്ന ഒരു സംഘം ഈ കാളകളെ പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കളക്ടറും അതുപോലെ തന്നെ ജില്ലാ വെറ്റിനറി ഓഫീസറും വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകിയത്. തൃശൂർ ജില്ലാ വെറ്ററിനറി മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ്, തിരുവില്ലാമല വെറ്ററിനറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാമു എന്നിവരുടെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് കാളകളെ പിടികൂടിയത്. കാളകളെ കൃത്യമായി വൈദ്യപരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് ഗോശാലയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അലഞ്ഞു നടക്കുന്ന കാളകൾ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ഭീഷണിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. വാഹനയാത്രക്കാർക്ക് നേരെ പോലും കാളകൾ പാഞ്ഞെടുക്കുന്നത് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാളകളെ പിടികൂടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിരയായ ഹർഷിന് നൽകിയ നഷ്ടപരിഹാര ഹർജി കോടതി പരിഗണിക്കും. കോഴിക്കോട് സിവിൽ കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. 1,90,00,000